ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാമാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഓണായിട്ടിരിക്കണം, ഒരു കാരണവശാലും വീഡിയോ ഓഫായിരിക്കാൻ പാടില്ല, പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 15 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റാണ് നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത്. എന്നും വിചാരിച്ച് സ്ലോവിൽ എഴുതരുത്, നല്ല സ്പീഡിൽ തന്നെ എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. അപ്പോൾ നമ്മളിതേ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യണേ, എല്ലാവരും ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക വിത്ത് മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ എഡ്യൂക്കേഷൻ ഈസ് ഡിസൈറബിൾ ആൻഡ് ബെനിഫിഷ്യൽ? എന്തുകൊണ്ട് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാകുന്നു? 5 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സജസ്റ്റ് എനി 3 സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള 3 സമാനതകളും 3 വ്യത്യാസവും എഴുതുക. 6 മാർക്ക്. അപ്പോൾ സിമിലാരിറ്റിക്ക് 3 മാർക്ക്, ഡിസിമിലാരിറ്റിക്ക് 3 മാർക്ക്, അങ്ങനെ ഉണ്ട് 6 മാർക്ക്. അടുത്തത്, വിച്ച് ആർ ദ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഇൻക്ലൂഡഡ്? ആരോഗ്യ പരിപാലനത്തിനായി വരുന്ന ചിലവുകൾ എന്തെല്ലാം? 4 മാർക്കാണ്. അപ്പോൾ 4 കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വേഗം എഴുതാം. മൊത്തം 15 മാർക്കാണ് നമുക്ക് ഉള്ളത്. വേഗം ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും തിരികെ വരിക. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ വേറൊരു പേന എടുക്കുക. നിങ്ങൾ എക്സാമിന് എഴുതിയ പേന വെച്ച് ഒരിക്കലും ആൻസർ ചെയ്യരുത്. നമ്മൾ വേറൊരു പേനയാണ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ആ പേന ഒന്ന് സ്ക്രീനിലേക്ക് കാണിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും നോക്കുക. വൈ എഡ്യൂക്കേഷൻ ഈസ് ഡിസൈറബിൾ എന്നാണ്. എന്തുകൊണ്ട് വിദ്യാഭ്യാസം വളരെ അധികം ആവശ്യമായി വരുന്നു എന്നാണ് ചോദ്യം. അത് ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. ഒന്ന്, റൈസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നു. ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ത്രൂ ഹയർ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉൽപാദനശേഷിയിലൂടെ വരുമാനശേഷി വർദ്ധിപ്പിക്കുന്നു. റൈസസ് സോഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ സാമൂഹിക പദവി ഉയർത്തുന്നു. ഇംപ്രൂവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 5 ഇല്ല. സ്റ്റിമുലേറ്റ് ദ ഡിസ്കവറീസ് ആൻഡ് ഇന്നോവേഷൻസ്, അതായത് പുതിയ കണ്ടെത്തലുകളും നവീകരണങ്ങൾക്കും അത് പ്രചോദനം നൽകുന്നു. ഇപ്പം 5 ഒരു 5 എഴുതിയാൽ മതി, നമുക്കൊരു 5 മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ റെഗുലർ എക്സാമിന്, അതായത് ശരിക്കുള്ള എക്സാമിനാണെങ്കിൽ ആദ്യം എഡ്യൂക്കേഷൻ എന്താണെന്നൊക്കെ എഴുതിയിട്ട് വേണം ഇത് എഴുതാനായിട്ട് കേട്ടോ. ഇവിടെ 5 എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള നമ്മുടെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും. ഇപ്പോൾ ഒരു 3 സിമിലാരിറ്റി വരണം. അപ്പോൾ ഒന്നാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ബോത്ത് ഫോംസ് ഓഫ് കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, രണ്ടും രൂപീകരിക്കപ്പെടുന്നത് ബോധപൂർവമായ നിക്ഷേപ തീരുമാനങ്ങളുടെ ഫലമായാണ്. 2, ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആർ മൊബൈൽ, രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാനും കൊണ്ടുവരാനും കഴിയും. പിന്നെ അടുത്തത്, ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് വിത്ത് ടൈം, ഇത് രണ്ടും കാലഘട്ടത്തിനനുസരിച്ച് കഴിവ് കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ. ഇതാണ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. 3 ഇനി 3 ഡിസിമിലാരിറ്റി പറയാം. എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ പ്രോസസ്സാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ്സാണ്. അതാണ് ഒരു വ്യത്യാസം. മറ്റൊന്ന്, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. ഫിസിക്കൽ ക്യാപിറ്റൽ കാണാൻ പറ്റും, ഹ്യൂമൻ ക്യാപിറ്റൽ കാണാൻ കഴിയില്ല. പിന്നെ അടുത്തത്, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ, ഫിസിക്കൽ ക്യാപിറ്റലിനെ നമുക്ക് ഓണറിൽ നിന്നും മാറ്റാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സെപ്പറബിൾ, ഹ്യൂമൻ ക്യാപിറ്റൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ ഇപ്പോൾ എന്താണ്, സിമിലാരിറ്റിക്ക് 3 മാർക്ക്, ഡിസിമിലാരിറ്റിക്ക് 3 മാർക്ക്, അങ്ങനെ ഉണ്ടോ 6 മാർക്ക്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് 4 മാർക്കിൻ്റെയാണ്. വിച്ച് ആർ ദ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഇൻക്ലൂഡ്, അതായത് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി വരുന്ന ചെലവുകൾ എന്തൊക്കെയാണ്? 1, പ്രിവെൻറ്റീവ് മെഡിസിൻസ്, അതായത് വാക്സിനേഷൻ അല്ലേ. കറക്റ്റീവ് മെഡിസിൻസ്, ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ഇൽനെസ്, അതായത് പ്രതിരോധ മരുന്നുകളും ചികിത്സാ മരുന്നുകളും അല്ലെ, രോഗാവസ്ഥയിൽ ലഭിക്കുന്ന ചികിത്സയാണ് ചികിത്സാ മരുന്നുകൾ, കറക്റ്റീവ് മെഡിസിൻസ് എന്ന് പറയുന്നത്.
സോഷ്യൽ മെഡിസിൻ, സാമൂഹ്യ വൈദ്യശാസ്ത്രം അല്ലെ. സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ലിറ്ററസി, ആരോഗ്യ സാക്ഷരതയുടെ വ്യാപനം അതുമൂലം സംഭവിക്കുന്നു. പ്രിവെൻഷൻ ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, പ്രൊവിഷൻസ് ഫോർ സാനിറ്റൈസേഷൻ ഫെസിലിറ്റി, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കൽ, അതേപോലെ തന്നെ നമ്മൾ ഈ സാനിറ്റൈസേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, ഒരു 4 എഴുതിയാൽ മതി, 4 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ വേഗം മാർക്ക് ടോട്ടൽ ചെയ്യുക. അവിടെ പാരൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. എഗെയിൻ നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുക്കുക, മാർക്ക് അയക്കുന്ന നമ്പറിൽ അയക്കുക. അതേപോലെ തന്നെ ലിങ്കിൽ കയറി മാർക്ക് അപ്ലോഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേഗം ആയിക്കോട്ടെ.